പാലൊഴിക്കാറായി വരുന്നതേ ഉള്ളൂ. ചൂടി ഒന്ന് വേവണം അല്ലേ? ഏറ്റവും കൂടി തിക്ക് ഗ്രേവിയാണോ? പാലൊഴിച്ച് കഴിയുമ്പോൾ നല്ല തിക്കാവും. നല്ല തിക്കാവും. അതാണ് നമ്മളെ എപ്പോഴും നാടൻ ചിക്കൻ കറി തേങ്ങാപ്പാലൊഴിച്ചൊക്കെ നല്ല കട്ട ഗ്രേവി. അതെ, നല്ല ചപ്പാത്തി ചോറ് എന്തിന്റെ ഒരു പിടിയും കുടിച്ചു കഴിഞ്ഞാൽ അതെ എന്തിന്റെ നന്നാ ടേസ്റ്റ് ഉണ്ട് കഴിക്കും. ഇപ്പൊ തന്നെ ഏകദേശം തിക്ക് ഗ്രേവി ആയി. ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ്ഫുൾ ആവും. അതെ, ഏകദേശം ചിക്കനൊക്കെ ഇങ്ങനെ വെന്ത് വന്ന് തുടങ്ങുന്നുണ്ട്. നോക്കണമെന്നുണ്ടോ? ഞാൻ നോക്കണില്ല, നോക്കിയോളൂ. ഞാൻ ലാസ്റ്റ് ചോദിക്കും. ശ്രദ്ധിക്കുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് നോക്കാം. ഉറപ്പ് കറക്റ്റാണ്. കറക്റ്റാണ്. ഓക്കെ, അതാണ്. അത് മതി, അതാണ് വേണ്ടത്. ഏറ്റവും ആദ്യം സ്വയം ഒരു വിശ്വാസം വേണ്ടത്. അതെ, പക്ഷെ ഉപ്പിട്ട ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ ഇങ്ങനെ തിളമൊക്കെ വന്നിട്ട് നമ്മുടെ സാധനമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മളെ തേങ്ങാപ്പാലം ഒഴിക്കുക, ഓഫ് ചെയ്യാം. ഇതിപ്പോ ആയി കിടക്കുക. തേങ്ങ ഒഴിക്കാത്ത ചിക്കൻ കറി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച നല്ല നാടൻ ചിക്കൻ കറിയാണ് ചെയ്യാൻ പോണ. ഏകദേശം ഇത് കണ്ട ഈ ഒരു കോലത്തിലായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി. നല്ല കോലാണ്. അതുകൊണ്ട് നമ്മള് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാം. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചോളൂ. മതിയാവും. തേങ്ങാപ്പാല് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ അതിന്റെ ടെക്സ്ചർ കളറങ്ങ് മാറി. ശരിക്കും എന്താ പറയാ, ഫൈനൊന്നും വേണ്ട, ഫ്രീ ആയിട്ടല്ലേ, അതിലൊന്നുമില്ല. ഏകദേശം നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച നാടൻ. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ചെമ്മീൻ്റെ വിഭവങ്ങൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് സിമ്പിൾ അടിച്ചെടുക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ചിക്കൻ കറി നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട്. അതെ. അപ്പോൾ ഇനി നമ്മൾ ചെമ്മീൻ വളർത്തി ഉണ്ടാക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. റെഡിയായി വരുന്നു. വെളിച്ചെണ്ണ പറയൂ, ഞാൻ അതനുസരിച്ച് ഒഴിക്കുള്ളൂ. ആയിക്കോട്ടെ. ഇത്രയും ഇച്ചിരി മതിയാവും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചോപ്പ്ഡ് ഓണിയൻ, ഓണിയൻ കട്ട് ചെയ്തിട്ടോ, സ്ലൈസ്ഡ്. അപ്പോൾ സവാള അരിഞ്ഞത് ഇട്ടോളൂ. കോക്കനട്ട്, നമ്മുടെ കോക്കനട്ട്, അതായത് നമ്മുടെ ഒത്തിരി മൊരിയുണ്ട്, അതുകൊണ്ടാണ് സവാള ഇട്ടതിന് ശേഷം ഇട്ടോളൂ. കുറച്ച് ഇട്ടോളൂ. തേങ്ങ കൊത്തിട്ടു. ഗ്രീൻ ചില്ലി, നമ്മുടെ പച്ചമുളക്, റെഡ് ചില്ലി, പ്ലേറ്റ് ചില്ലി, റെഡ് ഉണക്കമുളക്, നമ്മുടെ ഉണക്കമുളക്. ഇതൊന്ന് വാടുമ്പോഴത്തേന് ഏകദേശം ഒന്ന് വാടി കിട്ടണം. പിന്നെ ഞാൻ ടൊമാറ്റോയും കുറച്ച് തക്കാളി പുലർത്തിയതായതുകൊണ്ടാണ് ടൊമാറ്റോ ഇടുന്നത് കേട്ടോ. അതെ, അപ്പോൾ പുലർത്തായതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ടൊമാറ്റോ ആഡ് ചെയ്യുന്നത്. പ്രോൺസ് ഇതിന്റെ കൂടെ ഇട്ടോളൂ. ഇതപ്പോൾ പ്രോൺസ് എല്ലാം റെഡി ആയിക്കോളൂ. ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചേക്കാണ്, നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ തന്നെ എല്ലാം ശരിയായിക്കോളും അല്ലേ? അതെ. അപ്പോൾ ഇടാൻ പോവാണ്. അപ്പോൾ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടോ? ഓൾറെഡി ചെമ്മീൻ മണം ഇവിടെ എല്ലാം കൂടി ഇങ്ങനെ സെറ്റായി വരാണ്. ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്യാനുള്ളത്, ഇനി അതിനകത്തോട്ട് ടർമറിക് പൗഡർ, മഞ്ഞപ്പൊടി മാറില്ല. കുറച്ച് മഞ്ഞപ്പൊടി മതി. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ് മതി. കുറച്ച് ഉപ്പ്. ഇതിനകത്തോട്ട് നമ്മളിനി ചില്ലി പൗഡർ, നമ്മുടെ ചില്ലി പൗഡർ ഇടാൻ പോവാണ്. മുളക് പൊടി അത്രയും മതി. പിന്നെ പുളിക്ക് വേണ്ടി നമുക്ക് 2 ലൈം ജ്യൂസ് എടുക്കാം. അതൊന്ന് പിഴിഞ്ഞാൽ മതി. ചേറ് പിഴിഞ്ഞോളൂ, നല്ല പുളി വേണം. ശകലം കൂടി പിഴിഞ്ഞാലും കുഴപ്പമില്ല, പുളി പോരെങ്കിൽ നന്നായിട്ട് പിഴിയും. ചെറിയൊരു വേവേ ഉള്ളു ചെമ്മീൻ. അപ്പോൾ ചെറിയ ശകലം വെള്ളം പെട്ടെന്ന് നല്ല നാരങ്ങ. അതെ.